നമ്മൾ ലോവർ ക്ലാസ്സുകളിൽ റെസിസ്റ്റൻസിൻ്റെ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ നമ്മൾ പഠിച്ച കപ്പാസിറ്ററിൻ്റെ സീരീസ് കോമ്പിനേഷനെയും പാരലൽ കോമ്പിനേഷനെയും പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കോമ്പിനേഷനാണ് ഏത്? സീരീസ് കോമ്പിനേഷൻ. അപ്പം നമുക്ക് കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. നോക്കിക്കോളൂ, 3 കപ്പാസിറ്റേഴ്സിൻ്റെ കൈവശമുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും അതിൻ്റെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു വീഡിയോയിനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കപ്പാസിറ്റേഴ്സ് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഓരോ കപ്പാസിറ്റർ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ അതിൻ്റെ സൈഡിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ C1 ആണ്, C2 ആണ്, ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ C3 ആണ്. അപ്പം ഇങ്ങനെ കപ്പാസിറ്റൻസ് വാല്യൂ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരെ 3 പേരെയും ഞാൻ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കണക്ഷൻ വയർ എടുത്തിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നൊരു കണക്ഷൻ വയർ എടുത്ത് അവിടെയായിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്നൊരു കണക്ഷൻ വയർ എടുക്കുന്നു, ഇവിടെ നിന്ന് ഒരു കണക്ഷൻ വയർ എടുക്കുന്നു. ഈ 2 കണക്ഷൻ വയറുകളും കൊണ്ടുവരുന്നു. ഓക്കെ, കൊണ്ടുവന്നിട്ട് നമ്മുടെ വോൾട്ടേജ് സോഴ്സിലോട്ട് കൊടുക്കും. വോൾട്ടേജ് സോഴ്സിലോട്ട് കൊടുത്തു ഉണ്ടല്ലോ. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എത്രയാ? V ആണ്. അപ്പം ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് നമ്മൾ ഈ കപ്പാസിറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് Q ആണ്. അപ്പം നമ്മൾ എത്ര ചാർജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? Q എന്ന് പറയുന്ന ചാർജാണ് ഈ കോമ്പിനേഷന് ഞാൻ കൊടുക്കുന്നത്. ഇങ്ങനെ 3 കപ്പാസിറ്ററുകളെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ 3 പേരും കൂടെ തരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് C ആണെന്നിരിക്കട്ടെ. സോ C ഈസ് എ ടോട്ടൽ കപ്പാസിറ്റൻസ് ഗിവൺ ബൈ ദ കോമ്പിനേഷൻ. അപ്പോൾ ഇത് 3 തരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് C ആണ്. അപ്പം നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഈ കൊടുക്കുന്ന ചാർജ് തന്നെ ഈ ഓരോ കപ്പാസിറ്ററിലും കിട്ടും. അപ്പോൾ ഇതിലെ കിട്ടുന്ന ചാർജും Q, ഇതിൽ കിട്ടുന്ന ചാർജ് Q, ഇതിൽ കിട്ടുന്ന ചാർജും Q ആയിരിക്കും. ആവശ്യമില്ലാതൊരു ചിന്ത വരരുത്. നമ്മൾ 3 കപ്പാസിറ്ററാണ്, 3 കപ്പാസിറ്ററും കൂടെ എനിക്ക് തരുന്നത് ഒരു നെറ്റ് എഫക്റ്റ് ആണ്. അപ്പോൾ ആ നെറ്റ് എഫക്റ്റ് ആണ് C എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത ചാർജ് 3 പേർക്കും കിട്ടി. അപ്പോൾ 3 പേരിലും കിട്ടിയ ചാർജിൻ്റെ വാല്യൂ Q ആണ്. ഇനി നമ്മളൊരു വോൾട്ട് മീറ്റർ എടുത്തുകൊണ്ട് വരുന്നു. വോൾട്ട് മീറ്റർ എടുത്തിട്ട് ഈ 2 പ്ലേറ്റുകൾക്കിടയ്ക്ക് ഇപ്പോൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഫിറ്റ് ചെയ്യാൻ പോകണം ഞാൻ. അതാണ്ട് ഇങ്ങനെ 2 വയർ എടുത്തു വോൾട്ട് മീറ്ററിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ട് മീറ്റർ കാണിക്കുന്ന വാല്യൂ V1 ആണ്. ഇനി ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കിട്ടുന്ന വാല്യൂ V2 ആണ്. V2 ആണ്. വോൾട്ട് മീറ്റർ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കുന്ന വാല്യൂ V3 ആണ്. അതായത് ഈ 2 പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള PD പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആണ്. ഈ 2 പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 ആണ്. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3 ആണ്. ഇനി നമുക്കറിയാന്നുള്ള കാര്യം, ഈ 3 കപ്പാസിറ്ററിലും കിട്ടിയ ചാർജിന്റെ വാല്യൂ Q തന്നെയാണ്, സംശയമില്ല. ഈ കണക്ഷനെ വിളിക്കുന്ന പേരാണ് സീരീസ് കോമ്പിനേഷൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എത്ര കപ്പാസിറ്റർ ഉണ്ട്? 3 കപ്പാസിറ്റർ ഉണ്ട്. ഇപ്പൊ 3 കപ്പാസിറ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 3ന്റെയും കപ്പാസിറ്റൻസ് വാല്യൂ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. വാല്യൂസ് പറയൂ: C1, C2, C3. ഇനി നമ്മൾ 3നെയും എൻഡ് ടു എൻഡ് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സിൽ കൊടുത്തു. വോൾട്ടേജ് സോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? V ആണ്. ഇനി നമ്മൾ ഈ കോമ്പിനേഷനിലേക്ക് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാർജ് എത്രയാണ്? Q ആണ്. ഇനി ഈ കോമ്പിനേഷൻ എനിക്ക് തരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസിനെ ഞാൻ C എന്ന് വിളിക്കുന്നു. ഇനി കാര്യങ്ങൾ പറയാം. നമ്മൾ കൊടുക്കുന്ന ചാർജാണ് Q. നമ്മൾ Q എന്ന് പറയുന്ന ചാർജ് കൊടുത്താൽ ഈ കപ്പാസിറ്ററിനും ആ കപ്പാസിറ്ററിനും അടുത്ത കപ്പാസിറ്ററിനും Q എന്ന് പറയുന്ന ചാർജ് തന്നെ കിട്ടിയിരിക്കും. ഇനി നമ്മളൊരു വോൾട്ട് മീറ്റർ എടുക്കുന്നു. വോൾട്ട് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇവിടെ ഫിറ്റ് ചെയ്യാം. ഈ 2 പ്ലേറ്റുകൾക്കിടയ്ക്ക് ഫിറ്റ് ചെയ്തതുപോലെ ഇവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം, അവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള PD നിങ്ങൾക്ക് കിട്ടും. ഇവിടുത്തെ PD എത്രയാണ്? V1. അവിടുത്തെ PD എത്ര? V2. അവിടുത്തെ PD എത്ര? V3. ഇനി നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യം, ഈ V1ഉം V2ഉം V3യും കൂടെ ആഡ് ചെയ്താൽ, V1ഉം V2ഉം V3യും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് തന്നെയായിരിക്കും. അപ്പോൾ V എന്ന് പറഞ്ഞാൽ എന്താണ്? V1 + V2 + V3. നമ്മൾ ഞെട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. V1ഉം V2ഉം V3യും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അപ്ലൈഡ് വോൾട്ടേജ് കിട്ടും. ഇനി നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു ഇക്വേഷൻ ഞാൻ പറയാം. C എന്ന് പറഞ്ഞാൽ എന്താണ്? Q/V എന്ന് പഠിപ്പിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ V എന്ന് പറഞ്ഞാൽ എന്ത് വരും? Q/C അല്ലേടെ? അപ്പോൾ V എന്ന് പറഞ്ഞാൽ Q/C. അപ്പോൾ ഇവിടെ
വിക്ക് പകരം ഞാൻ എന്തെഴുതാം? Q by C എന്നെഴുതാം. Q എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത ചാർജാണ്. C എന്താണ്? ഈ കോമ്പിനേഷൻ എനിക്ക് തരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ്. ഇസ് ഈക്വൽ ടു V1-നപ്പം എന്തെഴുതും? വിക്ക് Q by C എന്ന് എഴുതിയെങ്കിൽ V1-ന് നമ്മൾ എന്തെഴുതും? Q1 by C1 എന്ന് എഴുതണം. Q1 by C1 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? Q by C1 എന്ന് എഴുതിയാൽ പോരെ, കാരണം ഇവിടെ Q ആണ്. ഇനി പ്ലസ് V2-ന് പകരം Q2 by C2 എന്ന് എഴുതുമോ? Q by C2 എന്ന് എഴുതുമോ? Q by C2 എന്ന് എഴുതും. Q by C2. ഇവിടെ എന്തെഴുതും? Q by C3 എന്നെഴുതും. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? Q അല്ലേ? Q അങ്ങ് കട്ട് ചെയ്ത് കളയുക. ബാക്കി എന്ത് വരും? 1 by C ഈക്വൽ ടു 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3 എന്ന് കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 by Cയുടെ ആൻസർ ആണ്. ഈ കോമ്പിനേഷന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C അല്ലേ? പക്ഷെ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? 1 by C ആണ്. അപ്പോൾ 1 by C അറിയാമെങ്കിൽ C എങ്ങനെ കാണും? അപ്പോൾ C കാണാൻ എന്താ വഴി? ഇപ്പോൾ C കാണാൻ ഈ 1 by Cയുടെ ആൻസർ ആദ്യം കാണുക. 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3 ആദ്യം കാണുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 by Cയുടെ ആൻസർ ആണ്. C കാണാൻ ഈ ആൻസറിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ റൈസ് ടു -1. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ആണ് ഇപ്പം നമുക്ക് കിട്ടിയത്. വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ? C is equal to 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3 ദ ഹോൾ ഇൻവേഴ്സ്. ഇനി നമുക്ക് അറിയേണ്ട ഒരു ഇമ്പോർട്ടന്റ് സംഗതി, നമുക്കിവിടെ 3 കപ്പാസിറ്റർ ഉണ്ടല്ലോ. ഇതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ ആദ്യത്തെ 1 മൈക്രോ ഫാരഡ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ C1-ന്റെ വാല്യൂ ഇതാണ്. അടുത്തത് C2 എന്ന് പറയുന്നത് 2 മൈക്രോ ഫാരഡ് ആണെന്നിരിക്കട്ടെ. C3 എന്ന് പറയുന്നത് 4 മൈക്രോ ഫാരഡ് ആണെന്നിരിക്കട്ടെ. ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ചുമ്മാ കണ്ടുപിടിക്കുകയാണ്. C എങ്ങനെ കാണും? 1 by C1 പ്ലസ് 1 by C2 പ്ലസ് 1 by C3 ദ ഹോൾ ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ അതിൽ വാല്യൂ ഇട്ടാൽ 1 by 1 പ്ലസ് 1 by 2 പ്ലസ് 1 by 4 ദ ഹോൾ ഇൻവേഴ്സ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് LCM എടുത്താൽ 4 അല്ലേ LCM? അപ്പോൾ ഈ 1 by 1-നെ നമുക്ക് 4 by 4 എന്ന് വേണമെങ്കിലും എഴുതാം. പ്ലസ് ഇതിനെങ്ങനെ എഴുതാം? 1 by 2-നെ എങ്ങനെ എഴുതാം? 4 ഇവിടെ എഴുതി പറയൂ, 2 by 4 എന്ന് എഴുതി കൂടെ? അപ്പോൾ പ്ലസ് ഇതെങ്ങനെ എഴുതാം? 1 by 4 തന്നെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ ഞാൻ 4 ആക്കി, ഇൻവേഴ്സ്. ഇനി ബാക്കി പറയും. അപ്പോൾ എത്ര വരും? 4 പ്ലസ് 2 പ്ലസ് 1 7 by 4-ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 7 by 4-ന്റെ റെസിപ്രോക്കൽ 4 by 7 എന്നല്ലേ? 4 by 7 നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 4 ഡിവൈഡഡ് ബൈ 7 പോയിന്റ് പറയൂ, 0.5 കണ്ടോ? 5.57 കണ്ടോ? അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 0.57 മൈക്രോ ഫാരഡ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ കോമ്പിനേഷനിൽ നമ്മൾ ഉപയോഗിച്ച വാല്യൂസ് 1ഉം 2ഉം 4ഉം അല്ലേ? ഇവിടുത്തെ ടോട്ടൽ കോമ്പിനേഷൻ, നമ്മൾ ഈ കോമ്പിനേഷൻ തരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 0.57 അല്ലേ? 0.57 എന്ന് പറയുന്നത് ഈ 1 മൈക്രോ ഫാരഡിനേക്കാളും കുറവല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ കുറേ കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ തരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് നമ്മൾ ഉപയോഗിച്ചതിൽ ഏറ്റവും ചെറുതായെന്ന് നോക്കുക, അതിനേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇതാണ്, കുറേ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചതിൽ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണോ അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഈ കോമ്പിനേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ കോമ്പിനേഷൻ്റെ ഉപയോഗം? നിങ്ങൾ തന്നെ പറയൂ. കപ്പാസിറ്റേഴ്സിനെ ഇതുപോലെ കണക്ട് ചെയ്താൽ എന്താണ് ഉപയോഗം? ഈ കപ്പാസിറ്റേഴ്സിനെ ഇതുപോലെ കണക്ട് ചെയ്താൽ ടോട്ടൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറയ്ക്കാം. അപ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പിനേഷന്റെ പേരാണ് സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടോട്ടൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കുറയ്ക്കാൻ. സോ നമുക്ക് ഈ സംഭവം മൊത്തത്തിൽ ഒന്നും കൂടെ പറയാം. ഓക്കെ, once again listen. How many capacitors are there? 3 capacitors are there. See, these are the 3 capacitors. Then the plates are marked positive and negative by the manufacturer. So positive, negative, positive, negative. Then their capacitance also given by the manufacturer. So what are the capacitance values? C1, C2, C3 are the capacitance values. Now we are connecting the capacitors end to end like this. Okay. Then this is a next wire taken and we are connecting the battery or voltage source, you say. So it is better to say
voltage source. So connected to voltage source. Okay. Now, so what is a voltage applied? V. Then what is a charge we are going to supply? It is Q. Then see, if the capacitors are like this, if the capacitors are connected in series, all will get the same charge Q. So what is the charge of the first capacitor? Q. Second capacitor? Q. Third capacitor also? Q. Now, using a voltmeter, you can measure the potential difference between the plates. So you connect your voltmeter here. It will give a value V1. You connect the same voltmeter here. It will give a value V2. You can connect it here. It will give the value V3. Now, what is the important point? You add V1, V2 and V3. You will get the applied voltage. So, V1 plus V2 plus V3 will be equal to what? It will be V. Then, you know the equation. Capacitance is equal to Q by V. Is it? Then what will be V? V equal to Q by C. Then, instead of V, you write what? Q by C. So, Q by C. What is Q? Q is a charge supplied. Okay, then what is C? C is the total capacitance of the combination. Here we are connecting 3 capacitors. What is the total capacitance of the combination? It is C. So, instead of V, you write Q by C. So, instead of V1, what will you write? We write Q1 by C1. Am I right? This is not fair because Q1 is here Q. So, you write Q by C1. Then instead of V2, what will you write? Q by C2. Instead of V3, you write Q by C3. What is common? Q common. Cancel all Q's. We get 1 by C equal to 1 by C1 plus 1 by C2 plus 1 by C3. Then what is C? C is the total capacitance of the combination. But here I am getting the value of 1 by C. Then how can you get C? C is equal to, you just calculate the answer. So, I am calculating 1 by C1 plus 1 by C2 plus 1 by C3. Then, this is the answer of 1 by C. I want C. Then, how can I calculate? C is equal to, then you calculate this answer, then take its reciprocal. So, C is equal to 1 by C1 plus 1 by C2 plus 1 by C3, the whole inverse. This is a total capacitance of this series combination. So, if you connect your capacitors in series, the total capacitance is equal to 1 by C1 plus 1 by C2 plus 1 by C3, the whole inverse. Then, I explained the use of this combination. Say, let me tell you, suppose C1 equal to 1 microfarad, C2 equal to 2 microfarad and C3 equal to 4 microfarad. Then you put the values here. So, C is equal to, tell me, 1 by 1 plus 1 by 2 plus 1 by 4 the whole inverse. Then C is equal to, tell me, 4 over that 4 plus 2 plus 1 inverse. Then what is your answer? C is equal to 7 by 4 inverse. 7 by 4 inverse means 4 by 7. So, calculating 4 by 7. So, you are getting how much? 35, then 5, 0, tell me, 7, 49, 1, like that. So, you are getting your answer as 0.57, am I right? See, you are connecting how many capacitors? 3. What are their values? 1, 2 and 4, which is a least value? 1. So, your answer is definitely less than this. So, what is the use of series combination? Series combination is used to decrease capacitance. Series combination is used to decrease capacitance. Okay. So, I will explain. See how many capacitors are here? 3 capacitors. What are their printed capacitance values? C1, C2 and C3. Then, the capacitors are connected end to end as in figure. The voltage applied is V. The charge supplied is Q. Then all the capacitors here will get the same charge Q. But using a voltmeter, you can measure the PD across the plates. So, what are the values? V1, V2 and V3. Now, what is the important thing we have to keep in mind? The charge supplied is Q. All the capacitors will get the same charge. Then, what is the next point?
on adding V1, V2 and V3, you must get V. So V equal to V1 plus V2 plus V3. Instead of V, you write Q by C. Here Q by C1, this Q by C2, Q by C3. What is Q? Q is the total charge given. Then what is C? C is the total capacitance of the combination. Then on cancelling all Q's, you get 1 by C equal to 1 by C1 plus 1 by C2 plus 1 by C3. So here we are getting the answer of 1 by C. Then how can you get the value of C? C is equal to this inverse. So here the total capacitance will be less than the least capacitance value used. What is the least capacitance value used in this case? It is 1. So your total capacitance it is 0.57. It is clearly less than 1 microfarad. That's all about which combination? Series combination of capacitors. Okay. Next about parallel combination of capacitors. നമുക്ക് നോക്കാം. വീണ്ടും 3 കപ്പാസിറ്റർ ഞാൻ പർച്ചേസ് ചെയ്തു ഇതായിരിക്കുന്നു. അപ്പം 3 കപ്പാസിറ്റേഴ്സ് കണ്ടോ? ഇതിൻ്റെ എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് മാനുഫാക്ചർ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്റൻസ് വാല്യൂസും പ്രിന്റ് ചെയ്തിട്ടുണ്ടാണ്. C1, C2, ഇവിടെ C3. ഓക്കെ. ഇനി ഈ 3 കപ്പാസിറ്ററിൻ്റെയും പോസിറ്റീവ് പ്ലേറ്റുകൾ ഒരുമിപ്പിച്ച് കണക്ട് ചെയ്തു. കണ്ടോ? ഞാൻ ഒരുമിപ്പിച്ച് കണക്ട് ചെയ്തു. എന്നിട്ട് അതുപോലെ നെഗറ്റീവ് പ്ലേറ്റുകൾ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തു. കണ്ടോ? എന്നിട്ട് ഈ പോസിറ്റീവുകൾ എല്ലാത്തിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ നെഗറ്റീവിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് വോൾട്ടേജ് അപ്ലൈ കൊടുത്തു. ഓക്കെ. ഈ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് പാരലൽ കോമ്പിനേഷൻ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഇനി നമ്മുടെ പഴയ വോൾട്ട്മീറ്റർ എല്ലാം എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ആ വോൾട്ട്മീറ്റർ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ രണ്ടും കണക്ട് ചെയ്താൽ അത് കാണിക്കുന്ന വാല്യൂ V എന്ന് തന്നെ ആയിരിക്കും. അതായത് അപ്ലൈഡ് വോൾട്ടേജ് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ഇനി ഇവിടെ കൊടുത്താലും അത് തന്നെ കാണിക്കും, ഇവിടെ കൊടുത്താലും അത് തന്നെ കാണിക്കും. അപ്പൊ ഇവിടെ എല്ലാ കപ്പാസിറ്ററിനും കോമൺ ആയിട്ട് കിട്ടുന്ന പാരാമീറ്റർ എന്താണ്? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പൊ V ഇവിടെ 3 V തന്നെ ആയിരിക്കും. അതായത് അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണോ അത് തന്നെ ഇവിടെയും ഇവിടെയും കിട്ടും. അതിനകത്ത് അത്ഭുത സംഭവമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 പോയിന്റിലാണ് ഇതും കൊടുത്തിരിക്കുന്നത്, ആ 2 പോയിന്റിലാണ് ഇതും കൊടുത്തിരിക്കുന്നത്, ആ 2 പോയിന്റിലാണ് ഇതും കൊടുത്തിരിക്കുന്നത്. ഒരേ PD കിട്ടും. അപ്പോൾ എല്ലാ കപ്പാസിറ്റേഴ്സിനും ഒരേ PD കിട്ടി. ഇനി ഞാനിവിടെ സപ്ലൈ ചെയ്യുന്ന ചാർജ് Q ആണെന്ന് ഇരിക്കട്ടെ. ആ ചാർജ് 3 കപ്പാസിറ്ററിലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. ഇതിൽ കിട്ടുന്ന ചാർജ് Q1 ആയിരിക്കും, ഇതിൽ കിട്ടുന്ന ചാർജ് Q2 ആയിരിക്കും, ഇതിൽ കിട്ടുന്ന ചാർജ് Q3 ആയിരിക്കും. അപ്പോൾ ചാർജസ് ഓരോ കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. എന്തായിരിക്കും ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്? നോക്കൂ, 3ന്റെ കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആണ്, V സെയിം ആണ്. അപ്പോൾ C1 കപ്പാസിറ്റൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് ചാർജ് ഓട്ടോമാറ്റിക്കലി ഡിഫറൻ്റ് ആയാലേ പറ്റൂ. ഇനി നിങ്ങൾ ആലോചിക്കാനുള്ള കാര്യം, Q1ഉം Q2ഉം Q3യും കൂടെ ആഡ് ചെയ്താൽ Q കിട്ടും. അപ്പോൾ നമുക്ക് Q കിട്ടാൻ വേണ്ടി ഏതൊക്കെ ആഡ് ചെയ്യുക? Q1ഉം Q2ഉം Q3യും കൂടെ ആഡ് ചെയ്യുക. ഇനി നമുക്കറിയാന്നുള്ള ഇക്വേഷൻ എന്താണ്? C എന്ന് പറഞ്ഞാൽ Q ബൈ V ആണ്. അപ്പൊ Q എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് Q? Q എന്ന് പറഞ്ഞാൽ CV ആണ് അല്ലേ? Q എന്ന് പറഞ്ഞാൽ CV ആണ്. അപ്പൊ Qന് പകരം CV എന്ന് എഴുതാം. CV എന്ന് എഴുതി. എന്താണ് C? C എന്ന് പറഞ്ഞാൽ ഈ കോമ്പിനേഷന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ്. ഇനി V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അപ്ലൈഡ്. ഇനി Q1ന് പകരം അപ്പൊ എന്ത് എഴുതണം? C1 V1 എന്ന് എഴുതണം. C1 V1 എന്ന് എഴുതണം. പക്ഷെ ഇവിടെ C1 തന്നെ, V1ന് പകരം V ആണ്. അപ്പൊ C1 V. അടുത്തതിൽ എന്തെന്ന് എഴുതണം? C2 V2 എന്ന് എഴുതണം. പക്ഷെ V ആയതുകൊണ്ട് C2 V. അടുത്തതില് C3 V3 എന്ന് എഴുതണം. പക്ഷെ C3 V. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഏതാ? V അല്ലേ? കട്ട് ചെയ്ത് കളയുക. ബാലൻസ് പറയൂ. C is equal to C1 plus C2 plus C3 എന്നാണ് കിട്ടിയത്. അതായത് ടോട്ടൽ കപ്പാസിറ്റൻസ് ഈസ് എ സം ഓഫ് കപ്പാസിറ്റൻസസ് എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ കപ്പാസിറ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? ഈ കപ്പാസിറ്റൻസിന്റെ എല്ലാം കൂടെ സം എടുക്കണം. അപ്പൊ നമ്മളിവിടെ കണക്ട് ചെയ്തത് 1 മൈക്രോഫാരഡും 2 മൈക്രോഫാരഡും അതുപോലെ 3 മൈക്രോഫാരഡും ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ വാട്ട് ഈസ് എ ടോട്ടൽ കപ്പാസിറ്റൻസ്? ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ എത്ര വരും? 6 മൈക്രോഫാരഡ് എന്ന് വരും. സോ വാട്ട് ഈസ് എ ടോട്ടൽ കപ്പാസിറ്റൻസ്? 6 മൈക്രോഫാരഡ്. അപ്പൊ ഈ കോമ്പിനേഷന്റെ യൂസ് എന്താണ്? ഈ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത് കപ്പാസിറ്റൻസ് കൂട്ടാനാണ്. അപ്പൊ 1ഉം 2ഉം 3യും കൂടെ ഇതുപോലെ പാരലായിട്ട് കൊടുത്താൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? കയറി കൂടും. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു കപ്പാസിറ്റൻസ് വാല്യൂ കൂട്ടിയെടുക്കണം. നമ്മൾ ഏത് കോമ്പിനേഷൻ പ്രിഫർ ചെയ്യും? പാരലൽ കോമ്പിനേഷൻ പ്രിഫർ ചെയ്യും. ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്ട്? പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇത് വലിയ പാടൊന്നുള്ള സംഗതിയല്ല.
See, how many capacitors are there? 3 capacitors are there. Their positive and negative are printed by the manufacturer. Then capacitance value also printed by the manufacturer, C1, C2, C3. Then see, all the positive are connected together to form a common positive. All the negative are connected together to form a common negative. Then applying the voltage. What is the voltage applied? V is the voltage applied. Then what is the charge supplied? Q is a charge supplied. Then if you connect like this, you see, the voltage will reach here. The PD is applied between these 2 points, to the same 2 points first, to the same 2 points second, to the same 2 points third. So PD are same. So same PD will get, am I right? Adhe PD thanne kittum ella capacitors-inum. But see, capacitance are different. Charge engananu? Q ennu parnal CV alle. V same aanu. C different ayadonde definitely Q different aayirikkum. Q ennu parnal CV aanu. Appo Q ennu parnal CV aanu. V ellathinu same alle. Appo C ellathinu different alle. Appo adonde Q inde answer ellathinu different aayirikkum. Appo ividathe charge Q1, ividathe charge Q2, ividathe charge Q3. Okay? Then Q1 ഉം Q2 ഉം Q3 ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? മെയിൻ ചാർജ് കിട്ടും. അപ്പോൾ Q കിട്ടി. ഇനി Q ന് പകരം എന്ത് എഴുതാം? CV എന്ന് എഴുതാം. What is C? C is the total capacitance. Then what is V? V is applied voltage. അപ്പോൾ Q1 ന് പകരം എന്ത് എഴുതി? C1 V1 എന്ന് എഴുതണം. V1 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, V എന്ന് എഴുതിയാൽ മതി. അപ്പോൾ C1V, അടുത്തത് C2V, അടുത്തത് C3V. V ക്യാൻസൽ ചെയ്തു. So C is equal to C1 plus C2 plus C3. So total capacitance of the combination is equal to sum of capacitances. If we are connecting 1 microfarad, 2 microfarad and 3 microfarad, what is the total capacitance? It is 6 microfarad. So total capacitance is increasing, am I right? So what is the use of this connection? This connection is used to increase capacitance, am I right? So I will explain once again. How many capacitors are there? 3 capacitors are there. So 3 capacitors. Then positive and negative marked by the manufacturer. Capacitance value printed by the manufacturer. Okay. Then all the positive are connected together to form a common positive. All the negative are connected together to form a common negative. Okay. Then from here I take a wire. From the next point also I take another wire. Applying the voltage source. See, the voltage source is connected here. What is the voltage supplied? V. What is the charge to be given? So I am supplying a charge Q. Okay. Then see, if you connect like this, see, these 2 wires come at these 2 points. To the same 2 points, C1 is connected, C2 is connected, C3 is connected. So all will get the same PDV. So V. No problem. Then what is the next? See, capacitance is equal to Q by V, you know. Then what is Q? Q equal to CV. Here V same, am I right? But C different. So charge will be definitely different because C1 into V is a charge of the first. C2 into V is a charge of the second. C3 into V is a charge of the third. So charge will be different. What are the charge values? Q1, Q2 and Q3. Then on adding these 3 charges, you will get the supplied charge. So Q is equal to what? Q1 plus Q2 plus Q3. Then what is Q? CV. What is C? C is the total capacitance of the combination. What is V? V is applied voltage. Is equal to, instead of Q1, you must write C1 V1. C1 V1. But no need to write V1 because all V's. So C1V, next one C2V. Then next one C3V. All V is cancelled. We get C equal to C1 plus C2 plus C3. So total capacitance of the combination is the sum of capacitances. So this combination is used to increase capacitance. So what is the use of parallel combination? Parallel combination is used to increase capacitance. So shall I ask you a question? Which combination will you use to increase capacitance? Parallel combination. Which combination will you use to decrease capacitance? Series combination. Then what about series combination? In series combination, total capacitance will be less than the least capacitance value used. Am I right?
That's all about series. In parallel, total capacitance increases. Am I right? So parallel combination is used to increase capacitance. Series combination is used to decrease capacitance. Clear?